വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വിഷു ദിനത്തിലെടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ 4:30 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 4:30ക്ക് എഴുന്നേറ്റു. 5:30 മണിയായപ്പോഴത്തേക്കും ചേട്ടനെയും മക്കളെയൊക്കെ വിളിച്ചെണീപ്പിച്ച് അവരെ കണി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം വൈകിട്ട് വിളക്ക് കത്തിച്ചാൽ പിന്നെ അത് അണയ്ക്കത്തില്ല. ചിലർ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടാണ് കേട്ടോ വിളക്കൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കത്തിക്കാൻ പാടില്ല. കാരണം തലേ ദിവസമേ കത്തിച്ച് വെച്ചാലല്ലേ നമുക്ക് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആളിന് നല്ല പ്രകാശത്തോടു കൂടി നല്ല ദീപക്കാഴ്ച എന്ന് പറയാൻ പറ്റില്ല, ദീപക്കാഴ്ച അങ്ങനെ പറയാം. എങ്കിലും നല്ല ഒരു കണി നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡാർക്കായിട്ടുള്ള ഒരു കാഴ്ചയിലേ ആദ്യം കാണാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നീട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ട് ഞാനിപ്പോൾ തലേ ദിവസമേ കത്തിച്ച് വെച്ച വിളക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രി എഴുന്നേറ്റ് നോക്കും, അണഞ്ഞു പോവാതെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മോനെ കണി കാണിച്ചു, അവനൊരു ഉമ്മയൊക്കെ കൊടുത്തു. മോൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എഴുന്നേക്കാൻ വയ്യാഞ്ഞിട്ട് കൂടി ഞാൻ വിളിച്ചെണീപ്പിച്ച് കൊണ്ടുവന്ന് ചുമയുണ്ട്, ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവൾക്ക് ഒട്ടും വയ്യ. എന്നിട്ട് പറഞ്ഞ് വീഡിയോ ഇടരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എടുത്തു പോയില്ലേ, എന്തായാലും വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ രാവിലത്തെ പണികളൊക്കെ ഏതാണ്ട് ഞാൻ തീർത്തു കേട്ടോ. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയില്ല. പിന്നെ രാവിലെ 7 മണിക്ക് തന്നെ ഡാൻസ് ക്ലാസ്സിൽ എത്തണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപം കണ്ടു, അടിപൊളിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഷു ദിനത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇനാഗുറേഷൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഗ്ലാസ് മിററൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ മുദ്രകളൊക്കെ ഉള്ള പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ കണ്ണാടിയിൽ കണ്ടുകൊണ്ട് തന്നെ കളിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ, കളിക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതേ ഞാൻ കണ്ടോ പട്ടുപാവാടി ഉടുപ്പൊക്കെ ഇട്ട് നല്ല വിഷു ദിനത്തിൽ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. സുന്ദരിക്കുട്ടിയെന്ന് ഞാൻ പറയുന്നത് കേട്ടോ, കാണുന്നത് നിങ്ങളല്ലേ പറയാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ക്യാമറയിലൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ പച്ച കളർ പട്ടുപാവാടയും ഉടുപ്പാണ്, നേരിയതിൻ്റെ പാവാടയും പച്ച കളർ ബ്ലൗസുമാണ് കേട്ടോ. അതിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ടീച്ചർ അവിടെ വിളക്കൊക്കെ ഒരുക്കി വെക്കുന്നുണ്ടായിരുന്നു, കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നിട്ട് വിളക്ക് കത്തിക്കുവാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ മാഷാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ജോഷി എന്നാണ് സാറിൻ്റെ പേര്. സാറാണ് ടീച്ചറിൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹമാണ് വിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾ രാവിലെ വരാൻ പറഞ്ഞവരെല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എത്തുന്നവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡാൻസ് ഒന്ന് കളിച്ചതിന് ശേഷം വീട്ടിൽ പോകാം. ഞാനങ്ങനെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഒരു ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഇങ്ങ് പോകുന്നു. അപ്പോൾ അതേ ജോഷി സാറ് വിളക്ക് ദീപമൊക്കെ തെളിയിച്ചു, തിരിയൊക്കെ ഒന്ന് കൊളുത്തി വെക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് മൺചിരാതുകളുണ്ടല്ലോ, അതിലിങ്ങനെ വിളക്കുകളൊക്കെ കൊളുത്താനായിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരായിട്ട് വന്ന് കൊളുത്തി കേട്ടോ. അങ്ങനെ അതിലൊരു തിരി ഞാനും കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ ഓടി മാറി നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ നടരാജ വിഗ്രഹം ഒന്ന് പൂജിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണ വിഗ്രഹം ഒന്ന് പൂജിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിയൊക്കെ നമുക്ക് അവിടെ കണിയിൽ പഴം വെച്ചിട്ടുണ്ടല്ലോ, പഴത്തിൽ ഊന്നി ഒക്കെ വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് സാറിന് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ടീച്ചർ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് മിററിലും ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ടീച്ചർ അതേ സാറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും തിരിയൊക്കെ തെളിയിച്ചത് കേട്ടോ. ഇന്ന് രാവിലെ ഒത്തിരിയും പണികളായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ മമ്മിയും ചിന്നു, റോബി എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ വിഷു. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ടൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ രാവിലെ ഞാൻ 4:30 മണിക്ക് എഴുന്നേറ്റ് കറികളൊക്കെ വെച്ച് തലേ ദിവസമേ വൈകിട്ടേ ഞാൻ കുറേ തൊടുകറികളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ പിറ്റേ ദിവസം വെക്കാൻ നിന്നാൽ സമയം കിട്ടത്തില്ല. പിന്നെ എല്ലാവരും വരുമ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കാനും കളിക്കാനും ചിരിക്കാനും എന്നുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ എല്ലാം അതിൻ്റെ ഒരു സമയം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം.
കണ്ട വിളക്ക് കത്തിച്ച് കണിയൊക്കെ ഒരുക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ നമ്മളവിടെ ഡാൻസ് കളിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വേറെ ആരുടെയോ മൊബൈലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി, ജോലികളെല്ലാം, പിന്നെ പായസം വെക്കാനുള്ള ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ രാവിലെ കത്തിച്ച് വെച്ചിരുന്ന വിളക്കിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നീട് ഉച്ചയ്ക്ക് അവരൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കണി വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തത്. അപ്പോൾ ചിന്നും മമ്മിയും അവകാശം എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ അവിടെ ഫോട്ടോ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് ഓരോ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട്. ഞാനും ചേട്ടനും കൂടി ഒരു സെക്ഷൻ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതാണ്. എല്ലാവരും നല്ല കേരളീയ തനിമയുള്ള വേഷമൊക്കെ ധരിച്ചൊക്കെ വന്നിരിപ്പുണ്ട്. ഇവിടെ പിള്ളേഴ്സൊക്കെ ഇവിടെയുണ്ട്. ലച്ചൂട്ടിന് പനിയായതുകൊണ്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് റോബിയും ആശയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ റീൽസൊക്കെ എടുത്തു കേട്ടോ. റീൽസൊക്കെ എടുത്തു, കുറേ നേരം വർത്താനം പറഞ്ഞു. നല്ല രസമായിരുന്നു. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഈ റീൽസൊക്കെ എടുക്കുന്നതൊക്കെ എൻ്റെ ഫോണിലല്ലേ. അപ്പോൾ അതിൽ വെച്ചിട്ട് വീഡിയോയും കൂടി എടുക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാത്തിനും ഞാൻ പറഞ്ഞാലേ എല്ലാവർക്കും അറിയാമോ, അല്ലാതെ അവർക്കായിട്ട് ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതേ നമ്മുടെ ഫാമിലി ഫോട്ടോ, ഇതാണ് നമ്മുടെ ഫാമിലി. പിന്നെന്താണ്, ഇത് നമ്മൾ സിബ്ലിങ്സ്, മമ്മി, എല്ലാവരും ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേഷമൊക്കെ മാറ്റിയിട്ടോ. നല്ല ചൂടായിരുന്നു. പിന്നെ ഈ മഴക്കാരമൊക്കെ ഉള്ളത് കൊണ്ട് ഹ്യൂമിഡിറ്റി ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പോൾ നല്ല വിയർത്ത് കുളിച്ചിട്ടായിരുന്നു. പിന്നെ ഇതേ സദ്യയൊക്കെ വിളമ്പി ഉണ്ടായിരുന്നു. നോൺ വെജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും നോൺ വെജ് വെക്കാറുണ്ട്, ചിലരൊന്നും വെക്കാറില്ല. ഇനി അതിൻ്റെ പേരിൽ ആരും എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. നമ്മുടെ നാട്ടിൽ വെക്കുമേ. അപ്പം ഞാൻ ചിക്കനും വെച്ചിട്ടുണ്ട്, പായസം എല്ലാം വെച്ചിട്ടുണ്ട്, തൊടുകറികൾ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഓടി നടന്ന് എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ വിഷു ആഘോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചിരി തമാശകളൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഫോണിലെടുത്ത ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യുക, റീൽസ് എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ വിശ്രമിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. നമ്മുടെ വിഷു ആഘോഷമൊക്കെ തീർന്നു. അപ്പോൾ ഇനി അടുത്ത വർഷം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷു ആഘോഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.